29 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം കിടക്കുകയാണ് LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. വളർമതി എന്ന അധ്യാപക ഉദ്യോഗാർത്ഥി കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നിരാഹാര സമരവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്ത്, അതായത് ഏകദേശം ഒരു 8 മണിയോടുകൂടി ഈ സമരപന്തലിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കുകയാണ്. അതായത് നിരാഹാരം കിടക്കുന്ന ഉദ്യോഗാർത്ഥിയെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായി പോലീസും ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിലെ അധികൃതരും ഇങ്ങോട്ടേക്ക് എത്തി. ആരോഗ്യനില മോശമാണ്, വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഇടപെടലാണിത് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ ആ ഒരു നീക്കത്തെ തടയുകയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു. പിന്നീട് ഇവരുടെ സമ്മർദ്ദം മൂലവും ഈ ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച് എത്തിയതിലുള്ള ഒരു പ്രതിഷേധം മൂലവും ആ ഉദ്യമത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി പോലീസ് പിന്മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്ന് കാട്ടിയാണോ പോലീസുകാരെത്തി? പോലീസ് എന്താണ് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ഷുഗർ വേരിയേഷൻ ഉണ്ട്, അപ്പോൾ ഹാർട്ടിന് ബാധിക്കും, അതുകൊണ്ട് ട്രിപ്പ് അവിടെ പോയി കയറ്റാന്നാ പറയണേ. ഇവിടെ ട്രിപ്പ് കയറ്റിയ ഷിവറിങ് വരുന്നാ പറയണേ. ഞാൻ ഈ 4 ദിവസമായിട്ട് ഈ മഴയത്ത് ഇവിടെ കിടക്കുകയാണ്. ഇങ്ങനെ മഴയത്ത് കിടക്കുമ്പോൾ ഈ മഴയുടെ വെള്ളമൊക്കെ നമ്മുടെ മേത്ത വീഴുക, ഇവിടെ ഫുള്ള് നനഞ്ഞൊക്കെയാണ് നമ്മൾ കിടക്കാറുള്ളത്. അന്ന് ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇത്രയും വേവലാതി ഞാൻ കണ്ടില്ല. പിന്നെ ഇന്ന് ഇവിടെ വന്ന് ട്രിപ്പ് ഇടണോണ്ട് പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 2 ദിവസമായിട്ട് നമ്മൾ പ്രൈവറ്റിൽ നിന്ന് ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യും, ട്രിപ്പ് ഇടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു 2ാമത്തെ ദിവസം മുതൽ നന്നായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം തുടർന്ന് 2 ദിവസം ഒരു അന്വേഷണം ഉണ്ടായില്ല. എന്നിട്ട് ഇന്ന് രാവിലെ വന്ന് ഞാൻ ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം നോർമലാണ്. വൈകിട്ട് വന്നിട്ട് ഷുഗർ ഡൗൺ ആണ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് സമ്മർദ്ദപ്പെടുത്തുകയാണ്. അതിനെ ഒത്താശ ചെയ്യാൻ പോലീസുകാരും ഒപ്പം നിന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ എന്തിനാണ് കിടക്കണമെന്നുള്ളൊരു ബോധം പോലും ഈ പറയുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഇല്ലേ? നമ്മളെയൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ വരെ മനുഷ്യന്മാരാണ്. ഇവരുടെയൊക്കെ വീട്ടിലെ ഓരോ കുട്ടികൾ കാണും, ഇവരൊക്കെ പഠിക്കുന്നുണ്ടാവും, ഇപ്പൊ കോളേജും മറ്റൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു 1ാം റാങ്ക് കിട്ടിയിട്ട് പോലും ജോലി ഇല്ലാത്ത അവസ്ഥയിൽ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ ന്യായമായിട്ടുള്ള ആവശ്യമാണ് സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചത്. സർക്കാർ ഇതുവരെ ഇത്രയും ദിവസം 28 ദിവസം പിന്നിടുമ്പോഴും നമ്മളിവിടെ കിടക്കുന്നത് കൊണ്ട് ഒരു ആശങ്കയും പ്രകടിപ്പിക്കാത്ത, ഇതൊരു സമരം തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഇതിനെ ഉറപ്പായിട്ടും സംശയമില്ല. കാരണം നാളെ നമ്മൾ വലിയൊരു സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് തകർക്കാനുള്ള നീക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? നിങ്ങളൊരു മനുഷ്യചങ്ങലയിലേക്കൊക്കെ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് തീരുമാനമായിട്ടുണ്ടോ? അതെ, തീരുമാനമായിട്ടുണ്ട്. നമ്മൾ നാളെ 11 മണിക്കാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഓൾ കേരള LPST ഉദ്യോഗാർത്ഥികൾ അണിനിരക്കുന്ന ഒരു മനുഷ്യചങ്ങല പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ദിവസം, ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് ടീച്ചർ ഇവിടെ നിരാഹാരം കിടക്കുന്നത്. ഇത്ര ദിവസമായിട്ടും 2 ദിവസം മുമ്പാണ് നമ്മൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ ടീച്ചറുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആളെ ഇവിടെ വന്ന് ട്രിപ്പ് ഇട്ട് കൊണ്ടുപോയി. അപ്പൊ ഇന്ന് അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ അറിയിക്കണം എന്നുള്ളതൊക്കെ. ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലും അത് കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? നമ്മള് കൂടുതൽ ഇപ്പോ നമുക്കിത് ചോദിക്കാനുള്ളത് എന്താ, ഇവർ പറയുന്നത് പ്രൈവറ്റ് ഡോക്ടേഴ്സ് ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രൈവറ്റ് ഡോക്ടേഴ്സിന് ഒരു രോഗിയെ ചികിത്സിക്കുന്നതിൽ എന്താണ് അയോഗ്യത? അവർക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടല്ലേ അവർ ചികിത്സിക്കാൻ ഇറങ്ങുന്നത്? എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ തെറ്റൂരമിറക്കുന്നത്? കാരണം അവർ യോഗ്യതയില്ലാത്ത ഡോക്ടർമാരാണെങ്കിൽ ഗവൺമെന്റ് തുറന്നു പറയണം, ഇവർക്ക് യോഗ്യതയില്ല, ഇവർക്ക് ചികിത്സിക്കാൻ അവകാശമില്ല. ഇന്ന് ഗവൺമെന്റ് തെറ്റൂരമിറക്കുകയാണ്. പ്രൈവറ്റ് ഡോക്ടർമാർ സമരം നയിക്കുന്ന വളർമതി ടീച്ചറെ പരിശോധിക്കരുത്, ചികിത്സ കൊടുക്കരുത്. ഇത് എവിടുത്തെ നീതിയാണ്? ഡൽഹിയിൽ 28 ദിവസം നിരാഹാര സമരം ഇരുന്നപ്പോൾ അവർക്ക് സഹായമായി ഉണ്ടായിരുന്നത് പ്രൈവറ്റ് സിസ്റ്റം ആയിരുന്നു. ഇന്നെന്താണ് ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രം അത് സാധിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല. ഞങ്ങൾ പ്രൈവറ്റായിട്ട് ടീച്ചറുടെ ജീവൻ നിലനിർത്തും. ടീച്ചർ നിങ്ങൾ സംസാരിച്ചത് കണ്ടു. പിന്നെ നാളെ ഞങ്ങളുടെ സമരത്തെ എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഗൂഢതന്ത്രവുമായാണ് ഭരണകൂടം വരുന്നത്. അപ്പോൾ ഞങ്ങളോട് തോളോട് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് 1000 നന്ദി. അത്തരത്തിൽ ഈ സമരം തകർക്കാനുള്ള ശ്രമമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. ആ ഒരു ശ്രമത്തെ ചെറുത്ത് നിൽക്കുമെന്നും അതിനോടൊപ്പം തന്നെ ഈ സമരം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്നതുമാണ് അവർ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇതിന്റെ തുടർച്ചയെന്നോണം നാളെ ഈ സെക്രട്ടേറിയറ്റിൽ ഒരു മനുഷ്യചങ്ങല തീർത്ത് സെക്രട്ടേറിയറ്റ് വളയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ സമരത്തിലേക്ക് സംസ്ഥാനത്ത് നിന്ന് മുഴുവനുള്ള ഉദ്യോഗാർത്ഥികളെ എത്തിച്ചുകൊണ്ട് നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിന്റെ റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.